ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ എന്താ പറയുന്നത്, ഒരു ലക്ഷ്യബോധമില്ലാത്തൊരു മാർക്കറ്റായിരുന്നു അല്ലേ? കാരണം ചില ദിവസങ്ങളിൽ മാർക്കറ്റ് ഇങ്ങനെയാണ്, എങ്ങോട്ടും മാർക്കറ്റ് പോകാതെ നമ്മളെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കും. നമ്മളെ എന്നിട്ട് വളരെ ബൈ ഫോഴ്സിൽ ട്രേഡ് എടുപ്പിച്ച് നഷ്ടത്തിൽ കലാശിപ്പിക്കുന്ന ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടെന്ന്, മാർക്കറ്റിൽ ഒരു ദിവസം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള ദിവസങ്ങൾ നിങ്ങൾ ട്രേഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ അങ്ങനെ ട്രേഡ് ചെയ്യാതിരിക്കാൻ പറ്റുന്നതും ഇതിൻ്റെ ഒരു ഭാഗമാണ്. നിങ്ങൾക്ക് വിജയിക്കാനുള്ള ഒരു കുറുക്കു വഴി എന്ന് പറഞ്ഞ പോലെ വിജയിക്കാനുള്ള വഴികളിൽ ഒരു വഴിയാണിത്. ഓക്കെ, ഇങ്ങനെയുള്ള മാർക്കറ്റിൽ കഴിവതും ട്രേഡ് ചെയ്യാതിരിക്കാൻ ആത്മസംയമനം പാലിച്ച് നിൽക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതിന് എത്ര പേർക്ക് കഴിഞ്ഞു? അതുകൊണ്ട് ഞാൻ ഇന്ന് പോളിനകത്തിൽ ഒരു പ്രത്യേകം കോളം ഇട്ടത്. ഓക്കെ, ഇന്ന് ട്രേഡ് എടുത്തില്ല എന്നുള്ള ഒരു കോളം. ഓക്കെ, പലരും ട്രേഡ് എടുത്തു, പലർക്കും ലോസ് വന്നു, ചിലർ സ്കാൽപ്പ് ചെയ്തു. അപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സും അന്നേരത്തെ സ്ട്രക്ചറും വെച്ചിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിനകത്തിൽ ഒരു ട്രേഡ് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റിൽ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചത്, ഞാൻ എങ്ങനെയാണ് ഇത് ഐഡൻറ്റിഫൈ ചെയ്തത്, എങ്ങനെയാണ് പറഞ്ഞതെന്നൊക്കെ വളരെ കൃത്യമായിട്ട്. ഞാൻ കഴിവതും നമ്മളെ മാർക്കറ്റ് ടൈമിൽ ഇങ്ങനെ OAയുടെ ചാർട്ടൊന്നും ഇടാറില്ല. പക്ഷേ ഇന്ന് ഞാൻ OAയുടെ ചാർട്ട് ഇട്ടു. അതിൻ്റെ കാരണം എന്താണെന്നുള്ളത് കൂടെ നിങ്ങളോട് ഞാൻ പറയാം. ഓക്കെ, മാർക്കറ്റ് ഇന്ന് പ്രീ മാർക്കറ്റ്, അതായത് ഇന്ന് പ്രീ മാർക്കറ്റ് ഓപ്പൺ ചെയ്തപ്പോൾ ഏകദേശം 9:07 ആയപ്പം ഞാൻ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു. എന്താണ് മെസ്സേജ് ഇട്ടത്? ഗ്രൂപ്പിൽ ഇന്ന് മാർക്കറ്റ് ഇന്ന് ഒരു എത്ര പോയിൻ്റ്, ചെറിയൊരു ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് അല്ലേ? ഒരു 60 പോയിൻ്റ് കണ്ട് ഒരു ഗ്യാപ്പപ്പിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഇല്ലേ? ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെയാണ് ഏകദേശം ഈ നമ്മുടെ ഈ ട്രെൻഡിൽ ഈ ഗ്രീൻ ലൈനിൻ്റെ ഈ ഏരിയയിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം നേരെ മാർക്കറ്റ് തിരിച്ചു വന്നു. ഓക്കെ, തിരിച്ചു വന്ന് ഫസ്റ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്തു. ഓക്കെ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ സംഭവിക്കും? ഇന്നത്തെ പ്രൈസ് ആക്ഷനാണ്, ഇന്നത്തെ പ്രൈസ് ആക്ഷനാണ് പറയുന്നത്. അതായത് ക്യാൻഡിലുകളുടെ സ്വഭാവം, ഓരോ ക്യാൻഡിലുകളുടെ സ്വഭാവം, നമ്മൾ ആ ക്യാൻഡിലുകളെ എങ്ങനെയാണ് റീഡ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഫസ്റ്റ് ക്യാൻഡിൽ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ നമുക്ക് ആദ്യം തന്നു ഇല്ലേ? ഒരു ബെയറിഷ് ക്യാൻഡിൽ ആദ്യം തന്നു അല്ലേ? മാർക്കറ്റ് ഗ്യാപ്പപ്പിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് നേരെ മുകളിലോട്ട് പോയി ഹൈ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു പ്രതീതി വരുത്തി, ഒരു മാർക്കറ്റ് ബുള്ളിഷ് ട്രെൻഡ് തരുന്നുള്ളൊരു പ്രതീതി വരുത്തി ഇവിടം വരെ പോയി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്ത ശേഷം മാർക്കറ്റ് നേരെ തിരിച്ച് താഴോട്ട് വന്ന് ക്ലോസ് ചെയ്തു. നമ്മുടെ ഈ കറക്റ്റ് നമ്മൾ വരച്ച ലൈനിൽ തന്നെ വന്ന് ക്ലോസ് ചെയ്തു. ഓക്കെ, അടുത്ത ക്യാൻഡിൽ നിങ്ങൾ നോക്കിക്കേ. ഓക്കെ, ഒരു ഡോജി ക്യാൻഡിൽ, എങ്ങോട്ടും മാർക്കറ്റ് പോകുന്നില്ല, ഈ ലൈനിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യുക. അടുത്ത ക്യാൻഡിൽ നോക്കിക്കേ, അതും അതുപോലെ തന്നെ. മൂന്നാമത്തെ ക്യാൻഡിൽ നോക്കിയേ, അതും അതുപോലെ തന്നെ. ഓക്കെ, 3 ക്യാൻഡിലും ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള ഒരു ക്യാൻഡിലാണ്. ഡോജി ആണെങ്കിൽ തന്നെ ഇതൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് നമ്മൾക്ക് ഈ ക്യാൻഡിലിനകത്ത് നിന്ന് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിച്ചോണം, മാർക്കറ്റിൽ സെല്ലിംഗ് പ്രഷർ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് ഇതുകൊണ്ട് ഏറെക്കുറെ അനുമാനിക്കാം. ഇത് നമുക്ക് അനുഭവ പരിചയത്തിൽ നിന്നായി പറയുന്നത്. ഓക്കെ, നമുക്ക് നമ്മൾ വളരെ നാളുകളായിട്ട് ചാർട്ടിൻ്റെ കൂടെ സഞ്ചരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലുകളുടെ ഫോർമേഷനും ക്യാൻഡിലിൻ്റെ സ്ട്രക്ചറും ഒക്കെ നമ്മൾ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റീഡ് ചെയ്യാൻ പറ്റുന്നത് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ട്. ഓക്കെ, മാർക്കറ്റിനെ മുകളിലോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അതിനുശേഷം 5, 10, 15, 20 മിനിറ്റ് കഴിഞ്ഞു. അപ്പം ഞാൻ ഇതിന് ശേഷം വീണ്ടും ഞാൻ വോയിസ് ഇട്ടു. ഞാൻ ക്ലിയർ ആയിട്ട് ഫസ്റ്റ് വോയിസ് ഇട്ട് എന്തുവാണ്, നമുക്ക് ഇതിനു മുകളിൽ 15 മിനിറ്റ് 15 മിനിറ്റ് ക്യാൻഡിൽ, 15 മിനിറ്റ് നേരം ഒരു 3-5 മിനിറ്റിൻ്റെ ക്യാൻഡിൽ അല്ലെ, ഒരു 15 മിനിറ്റ് ക്യാൻഡിൽ, നല്ലൊരു ബുള്ളിഷ് ക്യാൻഡിൽ ഇതിൻ്റെ മുകളിൽ സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് മുകളിലോട്ട് ട്രേഡ് ഉള്ളൂ എന്ന് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിനുശേഷം ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ ഒരു ട്രേഡ് നോക്കാം. ബട്ട്
കൺഫർമേഷൻ ഈ ട്രെൻഡ് ലൈൻ, ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞത്, ഓർമ്മയാണോ അറിയത്തില്ല. കൺഫർമേഷൻ ഡൗൺ ട്രെൻഡ് നമുക്ക് കൺഫേം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യണം. ഇത്രയും കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്ത കാര്യത്തിലോട്ട് വരാം. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യം ഞാൻ ഓൾറെഡി ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി അതിനുശേഷം മാർക്കറ്റ് ഇവിടുന്ന് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നു. ഞാൻ ഓരോ ക്യാൻഡിൽ റീഡ് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരിക. ഓക്കെ, ഒരു ബുള്ളിഷ് ക്യാൻഡിൽ വന്നു, ക്ലോസ് ചെയ്തു, ഏകദേശം ഒരു മർബോസ് ക്യാൻഡിൽ പോലെ തന്നെ ഇവിടെ വന്ന് ക്ലോസ് ചെയ്തു. അതിനുശേഷം അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ പിന്നെ ഞാൻ വോയിസ് ഇട്ടു. എന്താ വോയിസ് ഇട്ടത്? ഈ ഹൈ കട്ട് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താലേ നമുക്കിനി ഒരു ബുള്ളിഷ് സെൻറ്റിമെൻറ്റ്സ് ഉള്ളൂ. അല്ലെങ്കിൽ ഒരു അപ്സൈഡ് റാലി നമുക്ക് കാണണമെങ്കിൽ ഈ ഹൈയുടെ മുകളിൽ 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം എന്ന് ഞാൻ രണ്ടാമത് നമ്മുടെ ഗ്രൂപ്പിനകത്തിൽ ക്ലിയർ ആയിട്ട് വോയിസ് ഇട്ടു. എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതിനുശേഷം രണ്ടാമതൊരു ഗ്രീൻ ക്യാൻഡിൽ വീണു. പക്ഷേങ്കിൽ നമ്മുടെ ഈ ഫസ്റ്റ് ഹൈ എന്ത് ചെയ്തില്ല, കട്ടും ചെയ്തില്ല, ആ ഏരിയയിലോട്ടോട്ട് പോയില്ല. അതിനുശേഷം ഒരു ബെയറിഷ് മർബോസു രൂപപ്പെട്ടു. ഒരു ബെയറിഷ് മർബോസു ഇവിടെ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് കാര്യങ്ങൾ കൺഫേം ആയി. എന്താണ്, നമുക്ക് ഇവിടുന്ന് താഴോട്ടൊരു ട്രേഡ് കൺഫർമേഷൻ കിട്ടി. നമുക്ക് സ്റ്റോപ്പ് ലോസ് വളരെ ചെറുതാണ്. ഇതിൻ്റെ ഹൈ ഞാൻ പറഞ്ഞു ഓൾറെഡി, ഈ ഹൈ കട്ട് ചെയ്ത് പോകണം. അപ്പം ഈ ഹൈക്ക് മുകളിൽ നമുക്ക് SL ഇട്ടുകൊണ്ട് വേണമെങ്കിൽ ഒരു റിസ്കി ട്രേഡിന് ഇവിടുന്ന് ഒരു PE ട്രേഡ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതൊക്കെ ഒരാൾക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല, ഉള്ള കാര്യം പറയാമല്ലോ. ഞാൻ ക്ലിയർ ആയിട്ട് എനിക്ക് വേണേൽ പറയാം. ഓക്കെ, ഇവിടുന്ന് കണ്ടോ ഇത്രയും പോയിന്റ് നിങ്ങൾക്ക് കിട്ടിയല്ലോ, ഗ്രാബ് ചെയ്യാന്നൊക്കെ ഞാൻ പറയാം. പക്ഷേ ഇതൊരിക്കലും ലൈവ് മാർക്കറ്റിൽ നിങ്ങൾക്ക് ഒരിക്കലും പ്രാക്ടിക്കലല്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും പേർക്ക് ഇന്ന് ലോസ് വരാൻ കാര്യം. നിങ്ങൾ ചാടിക്കയറി ഓരോ ട്രേഡ് എടുക്കും, അതിന് നേരെ ഓപ്പോസിറ്റ് മാർക്കറ്റ് പോകും, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിക്കും, നിങ്ങൾ ഇറങ്ങും, വീണ്ടും കയറും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഇന്ന് ഏറെ കുറേ ലോസ് വന്നത്, 100% അറിയാം. അപ്പോൾ ഇവിടെ നമുക്ക് ഈ ലൈവ് മാർക്കറ്റിൽ ഒരു കൺഫർമേഷൻ ഇല്ല ഇവിടുന്ന് ഒരു PE ട്രേഡ് എടുക്കാൻ, ഇല്ലേ? പിന്നെ റിസ്കി ട്രേഡേഴ്സ് എടുക്കും. എങ്ങനെയാണ്? ഇവിടെ ഇത് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇതിന് 5 പോയിന്റ് മുകളിൽ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് ഒരു റിസ്കി ട്രേഡ് എടുക്കും, ഇല്ലേ? റിസ്കി ട്രേഡ് എടുത്ത് ആ റിസ്കി ട്രേഡ് എടുത്തവർക്ക് ഈ ട്രെൻഡ് ലൈൻ വരെ വേണമെന്നുണ്ടെങ്കിൽ 10-50 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരു 20-25 പോയിന്റ് അവർക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും. പലരും എനിക്ക് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് സാറേ ഞങ്ങൾ എടുത്തു എന്നുള്ളത്. ഓക്കെ, ഫൈൻ, നിങ്ങളുടെ മിടുക്കാത്. അങ്ങനെ എനിക്ക് അതിന് ക്രെഡിറ്റ് ഒന്നും പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു കൺഫർമേഷൻ ഇല്ല. പിന്നെ ഈ ഒരു ഒറ്റ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ കണ്ടുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. കാരണം എന്താ, ഈ ഗ്രീൻ ക്യാൻഡിലിനെ എൻഗൾഫ് ചെയ്ത ഒരു ബെയറിഷ് മർബോസുമാണ് ഇവിടെ ഉണ്ടായത്. അപ്പോൾ അതിനെ വെച്ചുകൊണ്ട് നമുക്ക് ഒരു ട്രേഡ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എടുക്കാം. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് തന്നെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ ഇവിടെ നിന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഈ ട്രെൻഡ് ലൈൻ, ഇതാണ് നമ്മുടെ ട്രെൻഡ് ലൈൻ, ഇവിടം വരെ നമുക്ക് ഒരു ട്രേഡിന് കിട്ടും. അല്ലെങ്കിൽ ഒരു 10-15-20 പോയിന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. എടുത്തവർ ഓക്കെ. പക്ഷേ ഞാൻ ആരെ ഇത് ബൈ ഫോഴ്സ് പറയാം, നിങ്ങൾ എന്തുകൊണ്ട് എടുത്തില്ല എന്നൊന്നും പറയില്ല. കാരണം ഇവിടെ ലൈവ് മാർക്കറ്റിൽ ഇത് വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ഈ ട്രേഡ്. ഓക്കെ, അതുകൊണ്ട് ഞാൻ നിങ്ങളിപ്പോൾ സ്റ്റോപ്പ് ലോസ് അടിച്ചെങ്കിൽ അടിച്ചു, പാർട്ട് ഓഫ് ദ ഗെയിമാണ്, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, നിങ്ങൾ എടുത്തവർക്ക് കുറച്ച് പേര് സ്കാൽപ്പ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ടൊക്കെ അയച്ചു തന്നു. ഓക്കെ, ഫൈൻ. അതിനുശേഷം കറക്റ്റ്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞു, ഈ ട്രെൻഡ് ലൈൻ ഞാൻ തുടരെ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു. ഈ ട്രെൻഡ് ലൈൻ വളരെ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഭയങ്കരമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ട്രെൻഡ് ലൈൻ എങ്ങോട്ടെങ്കിലും ഡിസിസീവായിട്ട് ബ്രേക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് താഴോട്ട് ട്രേഡ് ഉള്ളൂ എന്ന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? മുകളിലോട്ട് പോകുന്നു, താഴോട്ട് പോകുന്നു, തമ്മിലോട്ട്. അപ്പം സ്കാൽപ്പ് ചെയ്യുന്നവർക്ക് ഈ ലൈനിൽ വരുമ്പോൾ വേണമെങ്കിൽ ഒരു PE എടുക്കാം, ഇവിടെ താഴെ ബുക്ക് ചെയ്യാം. അങ്ങനെ ചെറിയ സ്കാൽപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ നടക്കും. പക്ഷേ അതൊക്കെ ഒരു എക്സ്പീരിയൻസ്ഡ് ട്രേഡറിന് മാത്രമേ അതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റിൽ വളരെ നാളുകളായിട്ട് നിന്ന് ഇതൊക്കെ കണ്ട് പരിചയിച്ചവർക്കൊക്കെ ആണെങ്കിൽ അങ്ങനെ ഒരു സ്കാൽപ്പിംഗ് മെൻറ്റാലിറ്റി പറ്റത്തുള്ളൂ. അതിനുശേഷം മാർക്കറ്റ് പിന്നെ എന്താണ്, ഇവിടെ നമുക്ക് ട്രേഡിൽ ഇങ്ങനെ കിടന്ന് ആടി കളിക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഇവിടെ ഈ ഗ്രീൻ ലൈൻ വന്ന ശേഷം നമുക്ക് ഇവിടുന്ന് ഒരു ട്രേഡ് ഇങ്ങോട്ട് ഒരു സെറ്റപ്പ്. പക്ഷേ എത്ര പേർക്ക് എടുക്കാൻ പറ്റി എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തന്നെ സ്കാൽപ്പ് ചെയ്ത് ബുദ്ധിമുട്ടിയാണ് ഇറങ്ങിയത്, ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. സ്ക്രീൻഷോട്ട് നിങ്ങളെ കാണിച്ചില്ലേ? അപ്പം എനിക്കാണെങ്കിൽ ഇവിടെ ഈ ഒരു ട്രേഡും 2 ട്രേഡേ ഉള്ളായിരുന്നു എനിക്ക്. ഈ ഒരു ട്രേഡും ഈ 2 ട്രേഡ് മാത്രമേ എനിക്കുള്ളായിരുന്നു. ഞാനത് റിസ്ക് എടുത്തതാണ്. എനിക്കറിയാം മാർക്കറ്റ് ഇപ്പോൾ ഞാൻ ഈ ഗ്രീൻ ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ ഇവിടെ ഒരു വിക്ക് വന്നപ്പോൾ തന്നെ ഞാൻ ഇവിടെ ഒരു PE ട്രേഡ് എടുത്തു. ഞാനിവിടെ ബുക്ക് ചെയ്തിറങ്ങി. പെട്ടെന്ന് ഞാൻ തന്നെ ബുക്ക് ചെയ്തിറങ്ങി. ഓക്കെ, ഇവിടം വരെ വരാനൊന്നും വെയിറ്റ് ചെയ്തില്ല. ഈ ക്യാൻഡിൽ ഇവിടെ ഇറങ്ങിയത് ഞാൻ.
അതിനുശേഷം പിന്നെ വെയിറ്റ് ചെയ്ത് വേറെ ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ ഞാൻ വന്നത് ഇവിടെയാണ്. ഈ 3 ക്യാൻഡിൽ ബുള്ളിഷ് വന്നു കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഞാൻ ഇവിടെ ഇത് SL ഇട്ടുകൊണ്ട് റിസ്ക് എടുത്താണ് ഞാൻ ഈ ഒരു ട്രേഡ് എടുത്തത്. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ല, എല്ലാവർക്കും ഒന്നും അത് പറ്റത്തില്ല. ഈ മാർക്കറ്റിൽ അതിൽ ട്രേഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് എടുത്തവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് അടിച്ചവരെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. കാരണം നിങ്ങൾ ആ ലിമിറ്റഡ് സ്റ്റോപ്പ് ലോസിൽ നിങ്ങൾ ഇറങ്ങാൻ മനസ്സാന്നിധ്യം കാണിച്ചെങ്കിൽ യു ആർ അപ്രീഷിയേറ്റഡ്. അത്ര തന്നെ എനിക്ക് പറയാനുള്ളൂ. അത് കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഓക്കെ, നമുക്ക് എന്നും പ്രോഫിറ്റ് വേണമെന്ന് ചടിക്കുകയൊന്നും ചെയ്യരുത്. നമുക്ക് പ്രോഫിറ്റ് ലോസ് ഇതിൻ്റെ ഭാഗമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരും അപ്പോൾ അതിൻ്റെ പുറകെ ബാക്കി കാര്യം പറഞ്ഞില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞില്ല. അപ്പം ഞാൻ നെഗറ്റീവാണ്, ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വളരെ ആദ്യമായിട്ട് ഞാനിന്ന് നമ്മുടെ സ്റ്റോപ്പ് ലോസിൻ്റെ നമ്മുടെ ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ട് നമ്മുടെ ഗ്രൂപ്പിലിട്ടായിരുന്നു ഞാൻ. ഓക്കെ, ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഗ്രൂപ്പിൽ തന്നെ എടുത്ത് ഞാൻ കാണിക്കാം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇതാ നോക്കിക്കേ. ഇതിനകത്തിൽ ഇതാ ഞാൻ ഫസ്റ്റ് ഇട്ട പിന്നെ ഒരു ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെ ചാർട്ടായി കാണുന്നത് അല്ലേ. ഇവിടെ നോക്കിക്കേ, 23,800 കോൾ റൈറ്റിംഗ് ഭയങ്കരമാണ്. അതായത് 23,800 മുകളിലോട്ട് മാർക്കറ്റ് പോകാൻ യാതൊരു സാധ്യതയില്ല. അതിൻ്റെ പുറകിലത്ത് നോക്കി 23,750 കോൾ റേറ്റിംഗ് ആണ് വളരെ കൂടുതൽ. കാരണം അതിനർത്ഥം എന്തുവാ, സെല്ലേഴ്സ് എല്ലാം ഇവിടെ കോൾ റൈറ്റ് ചെയ്ത് വെച്ചേക്കുക, അതായത് കോൾ സെല്ല് ചെയ്ത് വെച്ചേക്കുക. അതായത് അതിനർത്ഥം മാർക്കറ്റ് 23,750 മുകളിലോട്ട് പോകത്തില്ല. 23,800 സ്ട്രോങ് ആണ്, 23,750 സ്ട്രോങ് ആണ്. 23,700 നോക്കിയാൽ ബലാബലം ഒരു ചെറിയ കുറവ് മാത്രമേ ഉള്ളൂ. പുട്ട് റൈറ്റേഴ്സ് ഇവിടെ കുറച്ച് ഒരു ശകലം കൂടുതൽ മാത്രമേ ഉള്ളൂ ഇല്ലേ. എങ്കിൽ തന്നെ ബലാബലമാണ് ഇവിടെ നിൽക്കുന്നത്. 23,700 മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത് എത്ര, 23,750 മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും 23,700 എന്നുള്ള പിടി ആരും വിട്ടിട്ടില്ല. കോൾ സെല്ലേഴ്സ് ഇതിൻ്റെ പിടി വിട്ടിട്ടില്ല. ഇപ്പം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ ഇതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് പിൻ ചെയ്തേക്കാം. നിങ്ങളത് കാണുക. ഇവിടെ ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കാം. ഇന്നലെ ഞാൻ കൊടുത്തിരുന്നു, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നിങ്ങളത് കാണാൻ ശ്രമിക്കുക. 1-2 വട്ടം കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണ് ഷോർട്ട് കവറിങ്, ലോങ് അൺവൈൻഡിങ് ഒക്കെ ഉണ്ടാകുന്നത് എന്നൊക്കെ വിശദമായാണ് ഇത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങളത് കേൾക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഇതിനകത്ത് നോക്കിക്കേ. അപ്പം ഇവിടെ 23,700 ബലാബലമാണ് ഇല്ലേ, ബലാബലമാണ്. അതിനുശേഷം നമുക്ക് നോക്കാം. പിന്നെ അത് കഴിഞ്ഞ് ഇതിപ്പോൾ രാവിലെ 10 മണി ആയതേ ഉള്ളൂ. ഓക്കെ, അതിനുശേഷം നമുക്ക് പിന്നെ ഞാൻ വീണ്ടും കുറേ കഴിയുമ്പോൾ വീണ്ടും ഇട്ടപ്പോൾ നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത്രയും ഇവിടെ ഓക്കെ, ഇവിടെ ഇത്രയും പിന്നെ ഏകദേശം 60 ലക്ഷത്തോളം പുട്ട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു ഇവിടെ ഇല്ലേ. പുട്ട് റൈറ്റേഴ്സ് ഉണ്ട്, കോൾ റൈറ്റേഴ്സ് 1 കോടിക്കടുത്തുണ്ട്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ബലാബലമാണ്. ഇനി നമുക്ക് ഇവിടെ നോക്കി 60 ലക്ഷം പുട്ട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ 60 ലക്ഷം പുട്ട് റൈറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇവിടെ 1 കോടിക്ക് മേളിൽ പോയി ഇവിടുത്തെ എന്താണ് പിന്നെ കോൾ റൈറ്റേഴ്സ് ഇല്ലേ. ഇവരും പിടിവിടുന്നില്ല, ഇവർ കോൾ റൈറ്റിംഗ് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്, പുട്ട് റൈറ്റിംഗ് അതുപോലെ തന്നെ അവിടെ തന്നെ നിൽക്കുകയാണ്. മനസ്സിലായി. അപ്പം മാർക്കറ്റിനെ മോളോട്ട് വിടത്തില്ല എന്ന് കോൾ റൈറ്റേഴ്സും പുട്ട് റൈറ്റേഴ്സും മാർക്കറ്റിനെ മേലോട്ട് കൊണ്ടുപോകുന്ന പറഞ്ഞാൽ ശടിച്ചിങ്ങനെ നിൽക്കുക. അപ്പോഴും അവിടെ 23,750 മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കാം നമുക്ക്. ഇതാണ് ഞാൻ പറഞ്ഞ OA'യുടെ പിന്നെ വീഡിയോ. ഓക്കെ, ഇനി നമുക്കൊന്നുകൂടെ നോക്കാം. നോക്കിക്കേ, ഇവിടെ നോക്കിക്കേ, 23,700 ആയപ്പോൾ നോക്കിക്കേ, നേരത്തെ ഇവിടെ കോൾ റൈറ്റ് പുട്ട് റൈറ്റേഴ്സ് ആയിരുന്നു കൂടുതൽ. പുട്ട് റൈറ്റേഴ്സിനെ കടത്തി വെട്ടി നോക്കിക്കേ, മാർക്കറ്റ് കോൾ റൈറ്റേഴ്സ് പിന്നെ ഇവിടെ കൂടി 23,700. മാർക്കറ്റ് ഇപ്പോഴും 23,728 ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും 23,700 വളരെ സ്ട്രോങ് ആണ്. ഇതെല്ലാം കൂടി നോക്കിയേ, ഇതിൻ്റെയൊക്കെ ക്യാൻഡിലിൽ നീളം കണ്ടോ. 23,800 വെരി സ്ട്രോങ് ആയി, 23,750 വെരി സ്ട്രോങ് ആയി, 23,700 വെരി സ്ട്രോങ് ആയി, 23,650 കോൾ റൈറ്റിംഗ് കൂടി വരുന്നു. മനസ്സിലായി പറഞ്ഞു. അപ്പം സ്റ്റിൽ സ്ട്രോങ് ആണ്. അപ്പോൾ അതിനർത്ഥം എന്തുവാണ്, മാർക്കറ്റ് മോളോട്ട് പോകാൻ സാധ്യത വളരെ കുറവാണ്. അപ്പം ഈ ഒരു അനുമാനം കൂടെ വെച്ചോണ്ടാണ് ഞാനൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സിൽ നിന്ന് അങ്ങനെ ഒരു ട്രേഡ് എടുക്കാൻ കാരണം. ഇത് നിങ്ങൾക്കും എപ്പോഴും നമുക്ക് ഒരാൾക്ക് നിങ്ങളെ കയ്യെ പിടിപ്പിച്ച് എഴുതിപ്പിക്കാനോ പറയിപ്പിക്കാനോ പറ്റത്തില്ല. അപ്പം നിങ്ങളും തുടരെ ക്രമേണ ഇതൊക്കെ പഠിച്ച് ഇതെല്ലാം കൂടെ ഇങ്ങനെയുള്ള കിട്ടുന്ന ഡേറ്റകളെല്ലാം കൂടെ വെച്ച് ഒന്നിച്ച് അപഗ്രഥിച്ച് വേണം നിങ്ങൾ ഇനി മുന്നോട്ട് ട്രേഡുകൾ എടുക്കാൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോക്കി വെക്കുക. നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിൽ ഈ സംഭവം ഉണ്ട്. ഓക്കെ, നിങ്ങൾ നോക്കി കണ്ടുപിടിക്കുക. അല്ലെങ്കിൽ NSEയുടെ സൈറ്റിൽ പോകും. പക്ഷേ NSE സൈറ്റിലെ നമ്പർ മാത്രമേ കിട്ടത്തുള്ളൂ.
ഓക്കെ. അപ്പോൾ നിങ്ങൾ പിന്നെ നിങ്ങളുടെ ബ്രോക്കറിൻ്റെ ആപ്പിൽ ഓപ്പൺ ഇൻട്രസ്റ്റ് അടി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഓപ്പൺ ഇൻട്രസ്റ്റ് കിട്ടും. ഓക്കെ, അത് നിങ്ങൾ നോക്കി പഠിക്കുക. അല്ലെ സെൻസിബിളിനകത്തിലുണ്ട്. സെൻസിബിളിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് ഈ സംഭവം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് വെച്ച് പുലർത്തി ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കാനുള്ള കാര്യം, എനിക്ക് അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള കാര്യം. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം ഏകദേശം പിടികിട്ടിയെന്ന് മനസ്സിലായി. അപ്പം ഞാൻ പറഞ്ഞത് ഒരു ചാൻസ് വരുമ്പോൾ മാത്രം നിങ്ങൾ ട്രേഡിനെ പറ്റി ചിന്തിക്കുക. അല്ലാതെ എപ്പോഴും എവിടെങ്കിലും കയറി നിന്ന് ട്രേഡ് എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രേഡ് എടുത്ത് നിങ്ങളുടെ പൈസ വെറുതെ കളയരുതെന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. അതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ എന്ത് സംഭവിക്കുന്നുള്ളൂ? നാളെയല്ല, വെള്ളിയാഴ്ച RBIയുടെ മോണിറ്ററി പോളിസിയാണ്. ഓക്കെ, ഇന്നലെ FIS 500 കോടിയോ 750 കോടിയോ കൊണ്ട് മേടിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു അല്ലേ? ഓക്കെ, അവർ മേടിയിട്ട് തുടങ്ങിയെന്ന്. പക്ഷേ ഇന്നലെ എന്തുകൊണ്ടാണ് അത് മേടിച്ചത്? 750 കോടി അവർ മേടിച്ചെങ്കിൽ അത് ഷോർട്ട് കവറിങ് ആയിരുന്നു. അവർ ഷോർട്ട് കവർ ചെയ്യാൻ വേണ്ടി ഗതികേട് കൊണ്ട് അത്രയും അത് വാങ്ങിക്കേണ്ടി വന്നതാണ്. ഓക്കെ, ഇന്ന് അവർ തിരിച്ച് 1500 ഇട്ടിട്ടുണ്ട്. ഇതെത്ര കറക്റ്റാണെന്ന് നോക്കിക്കോട്ടെ, ഒരു മിനിറ്റ്. ഇന്ന് കറക്റ്റ് FIS വാങ്ങിച്ചേക്കുന്നത്, ഒരു സെക്കൻഡ് നോക്കിക്കോട്ടെ. FIS ഇന്ന് വിറ്റത് 1682 കോടിക്ക്. 1682 കോടി രൂപയ്ക്ക് അവന്മാർ വിറ്റു. DIs വെറും 996 കോടിക്ക് അവർ വാങ്ങിച്ചിട്ടുള്ളൂ. മനസ്സിലായി? അപ്പോൾ ഇന്ന് അണ്ണന്മാർ വിറ്റു. അപ്പോൾ അവരിങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഫർദർ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, വെള്ളിയാഴ്ച ഫ്രൈഡേ RBIയുടെ മോണിറ്ററി പോളിസി MPC മീറ്റിംഗ്, മോണിറ്ററി പോളിസി മീറ്റിംഗ് ഉണ്ട്. അതിനകത്തിൽ 0.25 റേറ്റ് കട്ട് വരുത്തും എന്നാണ് മാർക്കറ്റ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന് ഒരു അപ്സൈഡ് റാലി കാണാം. ഇത് കട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ട് പോകും. പിന്നെ ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങൾ തട്ടിവിടുന്നുണ്ട് രണ്ട് കൂട്ടരും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ഇന്ത്യയെ ബാധിക്കുക എന്നുള്ളത് വളരെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അപ്പം സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക, എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ. ഓക്കെ, ഏത് സൈഡിലോട്ട് വേണമെങ്കിലും മാർക്കറ്റിന് ഒരു വയലൻ്റ് മൂവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഏത് സൈഡിലോട്ട് വേണമെങ്കിലും. ഇപ്പം മാർക്കറ്റിന് ചെറിയൊരു പോസിറ്റീവ് ഇപ്പോൾ ഇത്രയും മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റിന് എന്തെങ്കിലും ഒരു പോസിറ്റീവ് ട്രിഗർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പെട്ടെന്ന് പറക്കും. ഇതുപോലെ തന്നെ വീഴാനാണെങ്കിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ട്രിഗർ കിട്ടി കഴിഞ്ഞാൽ മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും. കാരണം ഈ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ലൈനാണ് ഈ ട്രെൻഡ് ലൈൻ. ഈ ട്രെൻഡ് ലൈൻ, അതുകൊണ്ടല്ലേ ഈ ട്രെൻഡ് ലൈനിൽ കാണാം മാർക്കറ്റ് വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം ഡിസിസീവായിട്ടൊരു ബ്രേക്ക് ഔട്ട് അല്ലെ ബ്രേക്ക് ഡൗൺ അല്ലെ ബ്രേക്ക് ഔട്ട് എന്തെങ്കിലും ഇവിടെ നടക്കും. അത് അടുത്ത ദിവസങ്ങളുണ്ടാവും. അതെങ്ങോട്ടാണ് എന്നുള്ള കാര്യം മാത്രം നമ്മൾ കണ്ടറിയണം. അത് നാളെ കൂടെ മേ ബി മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ സ്റ്റേജിലേക്ക് പോകും. ഇല്ലെങ്കിൽ ഇന്ന് ചൈനയുമായിട്ടുള്ള പ്രശ്നത്തിൽ എന്തെങ്കിലും ഒരു അമിക്കബിൾ സെറ്റിൽമെൻറ്റ് ഉണ്ടായെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല. അത് ചൈനയുടെ ഭാഗത്തുനിന്ന് അവർ എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിഞ്ഞു വേണം ബാക്കിയുള്ള കാര്യങ്ങൾ മാർക്കറ്റിൽ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നാളെ എന്ത് സംഭവിക്കുന്നുള്ളതാണ് നമുക്ക് ഈ നോക്കാൻ പറ്റും. നാളെ ഇനി എന്താ സംഭവിക്കുന്നത്? ഇനിയിപ്പോൾ ഈ ട്രെൻഡ് ലൈനൊന്നും വേണ്ട, ഇതൊക്കെ കഴിഞ്ഞു, ഇതിൻ്റെ കോൾ കഴിഞ്ഞു. അപ്പോൾ നാളെ അപ്പോൾ ട്രെൻഡ് ലൈൻ അവിടെ തന്നെ കിടന്നോട്ടെ. ഈ ലൈനും അവിടെ തന്നെ കിടന്നോട്ടെ. ഈ ലൈൻ നമുക്ക് ഒന്ന് കറക്റ്റ് ഇതിങ്ങനെ എഴുതോട്ടെ. ഈ ലൈനും വേണ്ട ലൈനാണ് അത്. ഓക്കെ, മാർക്കറ്റ് ഇവിടെയാണ് ക്ലോസ് ചെയ്തെങ്കിൽ 23,685 ആണെങ്കിലും 696 മാർക്കറ്റ് ക്ലോസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈന് ഈ ട്രെൻഡ് ലൈനും ഈ ലൈനും 633 740 ഇതിനകത്ത് ഈ ട്രെൻഡ് ലൈനും ഈ ലൈനും ഇതാണ് നമ്മുടെ റേഞ്ച്. ഓക്കെ, ഈ റേഞ്ചിനകത്ത് മാർക്കറ്റ് എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കുക, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, ഇത് ഒന്ന് നോക്കിക്കോട്ടെ. ഓക്കെ, ഇത് രണ്ടും നമുക്ക് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രണ്ടും വേണം. ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. വെരി സോറി, ഇത് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല നമുക്ക്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കിടക്കട്ടെ. നമുക്ക് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ ഒഴിവാക്കാൻ പറ്റാത്ത സിറ്റുവേഷനാണത്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാനത് ഒഴിവാക്കിയേനെ. ഓക്കെ, ഇവിടുന്ന് ഇങ്ങോട്ട്. ഓക്കെ, അപ്പോൾ ഈ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് നോക്കുക, അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് നോക്കുക. എങ്ങോട്ട് ബ്രേക്ക് ചെയ്ത് നോക്കിയിട്ട് മാത്രം. ഇപ്പോൾ ഇപ്പോൾ ഇനി ഇവിടെ ഒരു സംഭവം ഞാൻ പറഞ്ഞുതരാമേ. ഇവിടെ ഒരു സംഭവം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നിങ്ങൾ ഇവിടുത്തെ സംഭവം ശ്രദ്ധിക്കണം. മാർക്കറ്റ് ഇപ്പോൾ ഇവിടെയാണ്. ഇതാണ് 12,990 23,696. ഓക്കെ, ഇവിടെയാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇവിടുന്ന് മോളോട്ട് പോയി, ഇവിടുന്ന് ഇപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്ത് മേലോട്ട് പോയി എന്ന് വിചാരിച്ചു. മേലോട്ട് പോയി ഇവിടെ നിന്ന് സംഭവിക്കുന്നത് നോക്കുക. ഇവിടെ വന്നിട്ട് റിജക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ഇത് സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് നോക്കാം താഴോട്ട്. ഇവിടെ ഈ ലൈൻ സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ട്രേഡ് നോക്കാം. എങ്ങനെ? ഫ്ലാറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് ഇങ്ങനെ മുകളിലോട്ട് പോകണം. മനസ്സിലായി പറഞ്ഞേ? മാർക്കറ്റ് ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിന് ശേഷം ഇവിടുന്ന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഈ ട്രെൻഡ് ലൈനിലെ പ്രൈസ് ആക്ഷൻ നോക്കുക. അതിനുശേഷം തിരിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ തിരിച്ച് ഇവിടുന്ന് ഇങ്ങോട്ട് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, താഴോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടം സ്റ്റോപ്പ് ലോസ് ഇട്ടുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് ഇങ്ങനെ ട്രേഡ് നോക്കാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പം ഇതും കട്ട് ചെയ്ത് ഇവിടം വരെ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഇവിടം വരെ കിട്ടും, അല്ലെങ്കിൽ ഇവിടം വരെ കിട്ടും. മനസ്സിലായി പറഞ്ഞു? ഇനി അല്ല, ഇത് വന്നിട്ട് താഴോട്ടാണ് വരുന്നതെങ്കിൽ, ഇനി താഴോട്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ നോക്കുക, ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമോ ഇല്ലയോ, ഇത് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴോട്ട് ട്രേഡ് നോക്കുക. അല്ല, ഇവിടെ വന്ന് തിരിച്ചു പോകുമെന്നോ ഇങ്ങനെ നോക്കണം. മനസ്സിലായേ? അപ്പോൾ അപ്പോഴും ഇവിടുത്തെ പ്രൈസ് ആക്ഷൻ നോക്കുക. അപ്പം രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ രാവിലത്തെ ട്രേഡുകൾ. മനസ്സിലായി പറഞ്ഞേ? അപ്പോൾ നമുക്കത് ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് എപ്പോഴും വേണം. മനസ്സിലായി? അപ്പം അതിന് എപ്പോഴും നമുക്ക് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത് ഡിപ്പെൻഡൻസി കുറയ്ക്കണം. നമ്മൾ എന്ത് ചെയ്യണം? കുറയ്ക്കണം. ആശ്രിതത്വം കുറയ്ക്കുക. സ്വന്തമായിട്ട് ട്രേഡ് ചെയ്ത് വിജയിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സഹായങ്ങളൊക്കെ സ്വീകരിക്കാം. പക്ഷേ എപ്പോഴും നിങ്ങൾ ഒരു ക്വിക്ക് ഡിസിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള കപ്പാസിറ്റി വേണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് വിജയിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ വേറൊരാൾ പറഞ്ഞു തന്ന് ആ സ്ട്രൈക്ക് അടിച്ച് പിടിച്ച് വരുമ്പോഴത്തേക്ക് അത് അതിൻ്റെ വഴിക്ക് പോകും. അതുകൊണ്ട് സ്വന്തമായിട്ട് ട്രേഡ് ചെയ്യാൻ ശീലിക്കുക. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നിങ്ങൾ ഈ ചാർട്ടിൻ്റെ കൂടെ സഞ്ചരിച്ചാൽ മതി. കുറേ നാൾ നിങ്ങൾ ചാർട്ട് കണ്ട് പരിചയിച്ച് ക്യാൻഡിലുകളുടെ ഫോർമേഷനൊക്കെ പഠിച്ച് അത് പരിചയിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. 100%. ഞാൻ എങ്ങനെയാണ് പഠിച്ചത്? ഓക്കെ, ഞാൻ എങ്ങനെ പഠിച്ചത് നിങ്ങൾക്കും പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.